ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോയുള്ള വഴി അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ വന്ന വഴി ഇപ്പം നിൽക്കുന്ന വഴി വേറെ ഏതൊക്കെയോ ആണ്. എങ്ങനെ തിരിച്ചു പോകുന്നത്? അങ്ങനെ എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പാണ് ഈ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ടു കന്യാകുമാരി 50 രൂപ ജനറൽ ടിക്കറ്റ് എടുത്തു. ട്രെയിൻ കയറി 11:55 കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് ഞാൻ പോയത്. ഏകദേശം 3 മണിക്കൂർ എടുത്തു. അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തി ഗൈസ്. ഇനിയാണ് ടിസ്റ്റ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. നോക്കാം. ഇതുവരെ എല്ലാം സ്മൂത്തായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ കാണാൻ കഴിയും. മാക്സിമം ഷെയർ ഓട്ടോ എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ 50 രൂപയിൽ കഴിയും, മാക്സിമം 50 രൂപയിൽ കഴിയും, അല്ലെങ്കിൽ 150 മേടിക്കും. അങ്ങനെ ഞാനും എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗായ്സ്. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ 2020 ഫെബ്രുവരി 13 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. എല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ റോട്ടിൽ കിടന്നിട്ട് എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് പോരാടുന്ന ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ വർഷവും ഞാൻ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അനലൈസ് ചെയ്യുമായിരുന്നു. എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം ഇതേ സമയം എന്താ പറയുക, എൻ്റെ ആനിവേഴ്സറി ടൈമിൽ ഞാൻ നോർത്ത് ഇന്ത്യ ട്രിപ്പിലായിരുന്നു. അത് വീട്ടിൽ കത്തെഴുതി വെച്ചിട്ട് പോയ ട്രിപ്പിലായിരുന്നേ. ഇത്തവണ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് സോളോ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ തിരുവനന്തപുരം വിട്ടിട്ട് വേറെ എവിടെയും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട്, പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എല്ലാ കാര്യങ്ങളും, എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ട്രെയിൻ കയറാൻ അറിഞ്ഞൂടാ. ഏത് ബോഗിയിലാണ്, ഏത് കോച്ചിലാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്ന് നോക്കാൻ അറിഞ്ഞൂടാ. പക്ഷെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി ചെയ്തു. ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ചില സമയത്ത് ഇൻസെക്യൂർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റേതായ രീതിക്ക് ഞാൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് സോളോ ട്രിപ്പ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ 2026 ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ പറയില്ലേ, നമ്മുടെ റെസൊല്യൂഷനിൽ ഒരെണ്ണമായിരുന്നു ഫസ്റ്റ് ഒരെണ്ണം സോളോ ട്രിപ്പ് പോകുക എന്നുള്ളതാണ്. പക്ഷെ അതെനിക്ക് സന്തോഷമായി. ഞാൻ അത് അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ കന്യാകുമാരി ബീച്ച് ഒറ്റയ്ക്ക് സോളോ ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. സന്തോഷം. ഈ കന്യാകുമാരി തെരുവുകളിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നു ഗൈസ്. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്, കാറ്റ്. നോക്ക്, സ്കൂൾ കുട്ടികളൊക്കെ ടൂർ കൊണ്ടുവരുന്നു. നമ്മളെ ലുലു മാളിൽ കൊണ്ടുപോകണ കണക്കാന്ന് തോന്നുന്നു ഇവരെ കന്യാകുമാരിക്ക് ട്രിപ്പ് കൊണ്ടുവരുന്നത്. നോക്ക് സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ടൂർ വന്നിട്ട് അടിപൊളിയല്ലേ? കണ്ടു, ഇവിടുത്തെ കാറ്റുകാരൻ്റെ മുന്നിൽ എല്ലാം എഴുന്നേറ്റ്. പുളിമുട്ടായി. ഒരു 4 വർഷം മുന്നേ ഞാൻ സയനോരയിൽ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സയനോരയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളിവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് സയനോര. പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും സോളോ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി ആയിരിക്കും. ശരിക്കും ഒരു പാടുമില്ല വരാനായിട്ട്, ഭയങ്കര എളുപ്പമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 2.5 മണിക്കൂർ, മാക്സിമം 2.5 മണിക്കൂർ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് റൂം എടുക്കുക, എന്നിട്ട് ബീച്ചൊക്കെ ചുറ്റി കാണുക. ഭയങ്കര സിമ്പിളാണ് ശരിക്കും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടെ സൺസെറ്റ് കാണാൻ പറ്റും. ഇവിടെ അടുത്ത് കോവളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി സൺസെറ്റ് കാണാം. നാളെ മോർണിംഗ് സൺറൈസ് കാണാം. ഇവിടെ ഒരു സൺസെറ്റ് പോയിന്റ് ഉണ്ട്. നമുക്ക് കോവളം എന്നാണ് പറയുന്നത്, നമുക്ക് അത് പോയി കാണാം. പക്ഷേ ഞാൻ ചോദിച്ചാണ് പോകണം. ഓട്ടോയിൽ 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നടക്കാനാണെങ്കിൽ 1/2 കിലോമീറ്റർ എന്തോ ഉള്ളെന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതുവഴി പോയാൽ മതി. ഇവിടെ ബാറ്ററി വണ്ടി വരുമെന്നാണ് പറയുന്നത് സൺസെറ്റ് കാണാനായിട്ട്. അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്.
വേറെ പിന്നെ സൺറൈസ് അല്ലേ ഉള്ളൂ? ആ അത് തന്നെ, അത് സൺറൈസ് അല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരു ഓട്ടോ എടുത്ത് കഴിയും. ഓട്ടോയ്ക്ക് 80 രൂപ. കണ്ടാ സൂര്യ പോണ കണ്ടാ. സൺസെറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്ത് തിരക്കാണ്. തറയിൽ ഫുള്ള് വേസ്റ്റാ. ഇവിടെ 6:29 സൺസെറ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴ് 6:15. ഈ ബീച്ചിൽ കംപ്ലീറ്റ് മോഡൽസ് ആണ് ഗൈസ്. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ സൺസെറ്റ് കണ്ടു. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഹോട്ടൽ കണ്ടുപിടിക്കണം. അതറിയില്ല. ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ വന്ന വഴി ഇപ്പം നിൽക്കുന്ന വഴി വേറെ ഏതൊക്കെയോ ആണ്. എങ്ങനെ തിരിച്ചു പോകുന്നത്? ഫൈനൽ നമ്മൾ നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിച്ചു ഗൈസ്. ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇവിടെയാണ് കന്യാകുമാരിയിൽ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറങ്ങാൻ കഴിഞ്ഞു. ഫുഡ് കൂടി കഴിക്കുന്നു, റൂമിൽ പോകും. ഈ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ കയറിയത്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ ആരും ഇല്ല. അതിന് ഇവിടെ ഫുഡ് കൊള്ളാത്തതാണ്ടാണോ അതോ റേറ്റ് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ട് പറയാം ഞാൻ. അങ്ങനെ എൻ്റെ ഫുഡ് വന്നു. സ്ക്വിഡ് നൂഡിൽസ് അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. സ്ക്വിഡ് ഫ്രൈഡ് റൈസ് അതാണ് ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. സ്ക്വിഡ് ഫ്രൈഡ് റൈസ് ആണ്, പക്ഷേ ഇതിനകത്ത് ഞാൻ സ്ക്വിഡ് കാണുന്നില്ല. കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കമാണ് ഉള്ളത്. 240 രൂപ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. കണ്ടോ തെരുവുകൾ, കന്യാകുമാരി തെരുവുകൾ. ഹോട്ടലിൽ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഹോട്ടലാണ് കഴിച്ചു. ഇതൊരെണ്ണം, അടുത്തത് ഒരെണ്ണം. ഇവിടെ നിറയെ ഹോട്ടൽസാണ്. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് റൂമിൽ പോവാം. 8 മണിയായി. റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം.